ഹായ് ടീച്ചേഴ്സ്. ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് ടീച്ചേഴ്സ് നാട്ടിൽ നിന്ന് നമ്മളെ മെസ്സേജ് ചെയ്യാറുണ്ട്. അതുപോലെ ഗൾഫിലുള്ള ഹസ്ബൻഡുമാർ നമ്മളെ മെസ്സേജ് ചെയ്യാറുണ്ട്. എൻ്റെ വൈഫ് ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട്, അതില്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ആണ്, എം.ഫിൽ കഴിഞ്ഞവരുണ്ട്, PhD കഴിഞ്ഞവരുണ്ട്, നാട്ടിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇവർക്ക് ഗൾഫിൽ വന്നൊരു ടീച്ചർ ആവണം എന്നാണ് ആഗ്രഹം. എന്താണ് ആൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് കുറേ ആൾ മെസ്സേജ് ചെയ്യാറുണ്ട്. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, നമ്മൾ തന്നെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, നമ്മൾ ഇതിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മളൊരു ഗൂഗിൾ ഫോം തന്നാൽ അതിൽ എന്താണോ ഗൾഫിൽ ജോലി കിട്ടാൻ നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട്, അത് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ തുറന്ന് എഴുതിക്കോ. നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ട്, നിങ്ങളുടെ അഡീഷൻ, നിങ്ങളെ കംപ്ലീറ്റ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, എന്തുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് ഗൾഫിൽ ജോബ് കിട്ടാത്തത്, ഈ ഒരു നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള സൊല്യൂഷൻ നമ്മൾ അവിടെ പറഞ്ഞു തരുന്നതാണ്. അപ്പൊ എല്ലാവരും ചോദിക്കും അതിനൊക്കെ നല്ല ഫീസ് വരില്ലെന്ന്. നമ്മൾ ഫീ ഇല്ലാതെ തന്നെയായിരുന്നു ആദ്യം ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്താണെന്നറിയോ, വേണ്ടവരും വേണ്ടാത്തവരൊക്കെ ഫോം അങ്ങനെ ഫില്ല് ചെയ്യും. അതുകൊണ്ട് അതിനു വേണ്ടി നമ്മൾ ചെറിയൊരു ഫീസ് വെച്ചിട്ടുണ്ട്. എത്രയെന്നറിയോ? 99 രൂപ. അത് വെച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ ഈ ഒരു ക്യാഷ് പേ ചെയ്തിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്, ഫില്ല് ചെയ്യുക. നമ്മൾ ഉടൻ തന്നെ ഞാൻ തന്നെ നിങ്ങൾക്ക് അതിനുള്ള കംപ്ലീറ്റ് ഗൈഡൻസ് പറഞ്ഞുതരും. നിങ്ങൾ അതുപോലെ ചെയ്യാന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ചിലരുടെ ഹസ്ബൻഡുമാര് ഗൾഫിൽ ഇവിടെ ഇല്ല, അപ്പൊ അവർക്ക് ഗൾഫിൽ ജോബ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അവർക്ക്. അപ്പൊ നിങ്ങൾ ഇനി ബുദ്ധിമുട്ടേണ്ട. ഇപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ അടുത്ത് ചെയ്തിട്ടുണ്ട്, എന്താണ്, ദുബായിൽ ജോബ് കിട്ടിയ നമ്മളെ മാത്സ് ടീച്ചേഴ്സിനെ കുറിച്ചാണ്. അവര് ഇനി അവരുടെ റിവ്യൂ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്, കരിയർ ജേണി അവർ തരും. അതിന്റെ മുമ്പ് പറയാനുള്ളത്, അവരുടെ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, നിങ്ങൾ ദുബായിൽ ഒരു വിസിറ്റ് വിസ എടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ജോബ് സെർച്ച് ചെയ്യാം. ഡയറക്റ്റ് പോയിട്ട് സ്കൂൾസ് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോബ് നോക്കാവുന്നതാണ്. എന്നിട്ട് ജോബ് കിട്ടിക്കഴിഞ്ഞാൽ സ്കൂള് തന്നെ നിങ്ങൾക്ക് വിസ തരും. അപ്പോൾ വളരെ ഈസിയാണ്. ബാക്കി പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളൊക്കെ പിന്നെ നാട്ടിലാണെങ്കിൽ അവരെ വന്ന് കൊണ്ടുപോകും. ഇപ്പൊ നമ്മുടെ മാത്സ് ടീച്ചറുടെ ഹസ്ബൻഡ് സൗദി അറേബ്യയില, ആളിനി ആളെ ഹസ്ബൻഡിനെ ദുബായിലോട്ട് അങ്ങോട്ട് കൊണ്ടുപോവാണ്. അതുപോലെ ഇനിയിപ്പോ നിങ്ങളുടെ ഹസ്ബൻഡുമാരൊക്കെ നാട്ടിൽ തന്നെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ജോബ് കിട്ടിയതിന്റെ ശേഷം എന്ത് ചെയ്യാം, ഹസ്ബൻഡുമാരെ മക്കളൊക്കെ കൊണ്ടുപോകാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഇന്റർനാഷണൽ സ്കൂളിനെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ആദ്യം നിങ്ങളൊന്ന് പോയിട്ട്, ഇനിയിപ്പോ ട്രെയിനിങ് ഒന്നും എനിക്ക് ട്രെയിനിങ് ഇല്ല, അതിന്റെ ആവശ്യമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് പോയിട്ടും ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഫ്രീ വീഡിയോസ്, നമ്മുടെ ഫ്രീ മീറ്റിംഗ്, അതുപോലെ മറ്റ് ഓൺലൈനിലെ ടീച്ചേഴ്സിന്റെ ഒക്കെ, മറ്റ് സ്കൂളുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന്റെ ഒക്കെ ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ട്രെയിൻ ചെയ്തിട്ടൊന്ന് പോവുക. അതുപോലെ നിങ്ങൾ ചെയ്യുക. നാട്ടിലെ സ്കൂൾ പോലെയല്ല ഗൾഫിലെ സ്കൂള്. അതല്ല, ഇനി നിങ്ങൾക്ക് നമ്മുടെ ട്രെയിനിങ് എടുക്കുമ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, ഏത് ട്രെയിനിങ് ആണ് ഞാൻ എടുക്കേണ്ടത്. നിങ്ങൾ ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നവരാണോ, നിങ്ങളടുത്ത് നമ്മൾ പറയാം ഹൗ ടു ബിക്കം ആൻ ഇന്റർനാഷണൽ സ്കൂൾ ടീച്ചർ. നമ്മൾക്ക് കുറെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഈ ട്രെയിനിങ് എന്താന്ന് വെച്ചാൽ, ഒരു ഇന്റർനാഷണൽ സ്കൂളിലേക്ക് നിങ്ങൾ അതിനകത്തേക്ക് എൻട്രി ചെയ്യുന്നത് മുതൽ അത് പെർമനന്റ് ആകുന്നത് വരെയുള്ള കംപ്ലീറ്റ് ഗൈഡ് ലൈൻസ് ആണ് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത്. ഓരോ കാര്യങ്ങളും നാട്ടിലെ സ്കൂൾ പോലെയല്ല ഗൾഫിലെ സ്കൂള്. അപ്പൊ CV ഉണ്ടാക്കുന്നത്, ചിലർ നാട്ടിൽ നിന്ന് ആളുകളെ കൊണ്ട് ചെയ്യിപ്പിച്ച CV ഒക്കെ ഉണ്ട്. നമ്മൾ കാണിക്കുമ്പോൾ നമ്മൾ പറയും, നിങ്ങൾ ആ CV ഒന്ന് മാറ്റി പിടിക്കുക. അപ്പോൾ ആ CV മാറ്റി പിടിക്കുമ്പോൾ തന്നെ അവർക്ക് ഇന്റർവ്യൂ കോൾ കിട്ടും. ഇന്റർവ്യൂ കോൾ കിട്ടിയാൽ പിന്നെ അവിടെ പോയിട്ട് നമ്മുടെ പെർഫോമൻസ് ആണ് നോക്കുക. അതിനുള്ള ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അത് മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി. നിങ്ങൾ പുറത്തുനിന്ന് ഒന്നും നോക്കണ്ട. ChatGPT-ന്നോ ഗൂഗിളിന്നോ കിട്ടാത്ത കാര്യങ്ങളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അതിൻ്റെ പ്രിപ്പറേഷന്. അപ്പൊ നിങ്ങൾ അത് മാത്രം പ്രാക്ടീസ് ചെയ്താൽ നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്ന കോഴ്സാണ് ഹൗ ടു ബിക്കം ആൻ ഇന്റർനാഷണൽ സ്കൂൾ ടീച്ചർ എന്നുള്ള ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം. ഇപ്പൊ നമ്മൾ വിത്ത് പ്രാക്ടിക്കലാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ CV ഉണ്ടാക്കാൻ നമ്മൾ പ്രാക്ടീസ് തരും. അതുപോലെ നിങ്ങളെ കൊണ്ട് നമ്മൾ മോക്ക് ഇന്റർവ്യൂ ആയിട്ട് നമ്മൾ ഇരുന്നിട്ട് നിങ്ങളടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് നിങ്ങളുടെ ആ പേടി മാറ്റിയെടുക്കും. അതുപോലെ നിങ്ങളുടെ ഡെമോ, സ്കൂളിൽ പോകുമ്പോൾ നമുക്കൊരു വർക്കല അല്ലെ, എങ്ങനെ ഡെമോ കൊടുക്കാം, പേടിക്കണ്ട. നമ്മൾ നിങ്ങൾക്ക് ടിപ്സ് തന്നിട്ട് നിങ്ങളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കും. ഫസ്റ്റ് ഡെമോ പൊട്ടും, അപ്പൊ ഇന്റർനെറ്റിന്റെ പ്രശ്നം, വീട്ടിലെ പ്രശ്നമൊക്കെ പറയും. രണ്ടാമത്തെ ഡെമോ ഒന്നും കൂടെ നന്നാക്കി എടുക്കും. അങ്ങനെ നിങ്ങളെ പോളിഷ് ചെയ്തിട്ട് നമ്മൾ പെർഫെക്റ്റ് ആക്കി തരും. അങ്ങനെ ഇതെല്ലാം കൊടുത്ത് പ്രാക്ടിക്കൽ സെഷനായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ അതിൽ ഓഫറിലാണ് ഇപ്പൊ ആ കോഴ്സ് കൊടുക്കുന്നത്. അപ്പൊ ആ കോഴ്സ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഉള്ളതാണ് അടുത്തത്, നമുക്ക് എല്ലാവർക്കും ബ്രിട്ടീഷ് സ്കൂളില് കുറെ പേര് എൻ്റെ അടുത്ത് ചോദിക്കായിരുന്നു, ബ്രിട്ടീഷില് മലയാളികൾക്ക് കിട്ടുമോ? ഇപ്പൊ ആ ചോദ്യം നിന്നു. എന്താ കാരണം?
നമ്മുടെ ചാനൽ തന്നെ ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്ക് കൊടുത്തിരിക്കുന്നതൊക്കെ ബ്രിട്ടീഷ് സ്കൂൾ ടീച്ചറാണ്. അല്ല, എല്ലാവരും ബ്രിട്ടീഷ് സ്കൂളിലാണ് കിട്ടി എന്നും പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ വീക്കിൽ കുറേ ആളുകളുടെ നമ്മുടെ സമയത്തിനനുസരിച്ച് എടുക്കുന്നുണ്ട്. അത് നമുക്കറിയാം, നിങ്ങൾക്ക് അതൊരു മോട്ടിവേഷൻ ആയിരിക്കും, നിങ്ങൾക്ക് കിട്ടുമെന്നൊരു സമാധാനം ഉണ്ടാവും, ആ വിഷമം മാറി കിട്ടും അല്ലെ. അപ്പൊ ബ്രിട്ടീഷ് സ്കൂളിൽ മലയാളികൾക്ക് ജോബ് കിട്ടൂല എന്നുള്ളത് പറയരുത്. കാരണം നമ്മളെപ്പോലുള്ള നമ്മളൊക്കെ നമ്മുടെ മലയാളം മണ്ണിൽ നിന്ന് വന്നതാണ്. ബ്രിട്ടീഷ് സ്കൂളിലെ ഒന്നോ രണ്ടോ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഞങ്ങൾ പുറത്ത് പഠിച്ചതാണ്, മുംബൈയിൽ പഠിച്ചതാണ്, അതുപോലെ പുറത്ത് മലേഷ്യയിൽ പഠിച്ചതാണ്. നിങ്ങൾ കേരള സ്കൂളിൽ പഠിച്ചവർക്ക് കിട്ടുമെന്ന് അറിയില്ല കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കളിയാക്കലുകൾ ഇതിങ്ങനെ തന്നെ നിങ്ങളടുത്ത് പറയുന്നത് ഞാനത് ഓർത്തെടുക്കുകയാണ്. അന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ബ്രിട്ടീഷ് സ്കൂളിൽ കിട്ടിയാൽ അതെന്തുകൊണ്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തുകൂടാ. അതാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ടീച്ചേഴ്സിന് ജോബ് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അല്ലെ, ഇപ്പൊ എനിക്ക് പറയാൻ പറ്റും ബ്രിട്ടീഷ് സ്കൂളിൽ ഇപ്പൊ അധികാരം ചോദിക്കൂല മലയാളിക്ക് കിട്ടുമെന്ന് അല്ലെ. നമ്മൾ ബ്രിട്ടീഷ് സ്കൂളിൽ ഒരുപാട് മലയാളികൾക്ക് ജോബ് കിട്ടി എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഇനിയും ഒരുപാട് മലയാളികളെ അവരെ സഹായിക്കുക. കാരണം ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളിൽ സാലറി കൂടുതൽ കിട്ടും. നമുക്കൊക്കെ ഗൾഫിൽ വന്ന് പണിയെടുക്കുന്നത് പൈസക്കാണ് അല്ലെ. അപ്പോൾ അതിനുള്ള ട്രെയിനിങ് ആണ് നമ്മൾ ഓരോ ട്രെയിനിങ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ സബ്ജക്ട് ടീച്ചർ ട്രെയിനിങ് ഉണ്ട്, മാസ്റ്ററിങ് IGCSE ആൻഡ് A ലെവൽ ടീച്ചർ ട്രെയിനിങ്. അതായത് 9 to 12 ടീച്ചർ ആകാൻ അവർ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് അങ്ങോട്ട് ധൈര്യം വരില്ല കാംബ്രിഡ്ജിന്റെ ഒക്കെ ക്ലാസ്സസ് കൊടുക്കാൻ. പക്ഷെ നമ്മുടെ ട്രെയിനിങ് എടുത്ത് എത്രയോ പേര് ചാനലിലുണ്ട് അല്ലെ. നമ്മുടെ കമ്പ്യൂട്ടർ ടീച്ചറൊക്കെ A ലെവല് 11 and 12 ടീച്ചറായിട്ടാണ് നാട്ടിൽ നിന്ന് നേരെ വന്നിട്ട് അങ്ങോട്ട് കിട്ടി ബ്രിട്ടീഷ് സ്കൂളിൽ. അതൊക്കെ തന്നെയാണ് നമുക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് പേടിയുണ്ടോ? പേടിച്ചിരിക്കണ്ട. നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടുന്ന് അങ്ങോട്ടൊരു സ്റ്റെപ്പ് മുന്നോട്ട് വാ, പ്രാക്ടീസ് ചെയ്യ്. കിട്ടുന്ന നിങ്ങൾ ഡ്രീം എത്ര ഹൈ ഇതിൽ ലെവലിൽ നിങ്ങൾ ഡ്രീം ചെയ്യും, അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഈ പറയുന്ന കാര്യം പ്രാക്ടീസ് ചെയ്യണം. വെറുതെ ഇങ്ങനെ കഥ കേൾക്കുന്ന പോലെ ഒരു സിനിമ കാണുന്ന പോലെ അവരിന്നൊരു വീഡിയോ ചെയ്ത് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞ അവിടെ ഇരുന്നിട്ട് കാര്യമില്ല. പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ഇപ്പോൾ കരിയർ ജേണി തന്നവരൊക്കെ വീഡിയോ നിങ്ങൾ നോക്കുമ്പോൾ അവരൊക്കെ എന്താണ് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എനിക്ക് ഡിഗ്രി ഒക്കെ ഉള്ള ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം, ഇനി വലിയ ക്ലാസ്സിലേക്ക് പോയിട്ട് അത്ര അങ്ങോട്ട് സബ്ജക്റ്റ് എക്സ്പേർട്ട് അല്ല. അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയോ? 4 to 8 ട്രെയിനിങ് ഉണ്ട്. മാത്തമാറ്റിക്സ്, സയൻസ്, ഇംഗ്ലീഷിൻ്റെ ടീച്ചറിൻ്റെ ട്രെയിനിങ്. അതെടുത്തവർക്ക് നിങ്ങൾക്ക് 4 to 8 കിട്ടാനുള്ള ചാൻസ് കൂടും. ഇനി ഇതൊന്നും വേണ്ട, നമുക്ക് വലിയൊരു പ്രൈവറ്റ് CBSE സ്കൂളൊക്കെ മതി എന്നാണെങ്കിൽ നിങ്ങൾ സബ്ജക്ട് ട്രെയിനിങ് ഒന്നും എടുക്കണ്ടെന്നേ. നിങ്ങൾ ആ ഹൗ ടു ബിക്കം ഒന്ന് എടുത്തിട്ട് നോക്കൂ. അതില്ലാതെ നിങ്ങൾ പോയി നോക്കൂട്ടെ, കിട്ടുകയാണെങ്കിൽ പിന്നെ അത് എടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇതാണ് ട്രെയിനിങ്. അപ്പോൾ നിങ്ങൾ പറയും അവിടെ ഒരു മെന്ററിങ് ഇല്ലേ, അതിനെക്കുറിച്ച് അല്ലേ. മെന്ററിങ് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല. മെന്ററിങ്ങിൽ നിങ്ങൾക്ക് സ്ക്രീനിങ് ഉണ്ടാവും. നിങ്ങൾ ആ സ്ക്രീനിങ്ങിലൂടെ നിങ്ങൾ സെലക്ട് ആയാൽ മാത്രമാണ് മെന്ററിങ്ങിലേക്ക് വരുന്നത്. അതിൽ നിങ്ങൾക്ക് ദുബൈയിലാണോ, ഖത്തറിലാണോ, ഒമാനിലാണോ, സൗദിയിലാണോ, മിഡിൽ ഈസ്റ്റിൽ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു ജോബ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നേരെ നമുക്ക് ആപ്ലിക്കേഷൻ തരാം. നമ്മൾ അടുത്ത ഷോക്കേസ് വിതിൻ 1 week ഓപ്പൺ ആക്കുന്നുണ്ട്. അതിൽ നിങ്ങളെ ഇൻഡിവിജ്വലി, നിങ്ങൾ മറ്റ് ഗ്രൂപ്പ് ഒന്നുമല്ല, ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടിട്ട് എന്താണ് നിങ്ങളുടെ പ്രശ്നം, ഇംഗ്ലീഷ് ആണോ അത് നമ്മൾ മാറ്റിത്തരും, നിങ്ങൾക്ക് സബ്ജക്റ്റ് ആണോ അത് നമ്മൾ മാറ്റിത്തരും, എവിടെയാണ് നിങ്ങൾ ആകെ ബുദ്ധിമുട്ടിക്കുന്നത് ആ ഒരു കാര്യം നമ്മൾ നിങ്ങൾക്ക് ഈസി ആക്കിയിട്ട് ഇൻഡിവിജ്വലി നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളെ പഠിച്ചിട്ട് നിങ്ങൾ ആ മാറ്റങ്ങളിലേക്ക് കൊണ്ടുവരും. ഒരു ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റ് ഫുൾ എന്താ പറയുക, ടീച്ചിങ് മാത്രമല്ല ഡ്രസ്സിങ്ങും ലാംഗ്വേജും എല്ലാം മാറ്റിയിട്ട് നിങ്ങളെ ഏതാണോ ആ ഡ്രീം ചെയ്ത ജോബ് അതിലേക്കാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അത് നമ്മൾ മെന്ററിങ് കോഴ്സാണ്, ഒരുപാട് പേരെ എടുക്കുന്നില്ല. അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ താഴെ കൊടുക്കുന്ന സ്റ്റാഫിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ട്രെയിനിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ട്രെയിനിങ് ഇല്ലെങ്കിലും നിങ്ങളിങ്ങനെ വീഡിയോസും എല്ലാ സാറ്റർഡേയും 8 മണിക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ഗൾഫിൽ ജോബ് നോക്കുന്നവർക്ക് മീറ്റിംഗ് കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് കയറാവുന്നതാണ്. എല്ലാത്തിനും വേണ്ടത് നിങ്ങൾ വിചാരിക്കണം. നിങ്ങൾ വിചാരിച്ചാലേ നിങ്ങൾക്ക് നിങ്ങളെ മാറ്റാൻ പറ്റുള്ളൂ. നമ്മൾ വിചാരിക്കാതെ നമുക്ക് ഒരു മാറ്റം വരുത്താൻ പറ്റില്ല. നമ്മൾ വേറെ ആര് വിചാരിച്ചിട്ടും കാര്യമില്ല, നമ്മൾ വിചാരിക്കണം. അപ്പൊ ഇത്രയാണ് പറയാനുള്ളത്. ഇനി നമ്മൾ ഡിഗ്രി കഴിയാത്തവർ ഞാൻ എന്താ ചെയ്യുക നിങ്ങളോട് പറയാനുള്ളത്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലൂടെയെങ്കിലും നിങ്ങളൊരു ഡിഗ്രി എടുക്കുക, എന്നിട്ട് സ്കൂളിലേക്ക് കയറാം, സ്കൂൾ ടീച്ചർ ആവണമെങ്കിൽ. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ട്യൂഷൻ എടുക്കാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം നമ്മുടെ താഴെ കൊടുത്തുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ
നിങ്ങൾക്ക് ട്യൂഷനിലേക്കുള്ള നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ്റെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്യാം. ഫ്രീ ക്ലാസ് ഇത് അതും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാവരോടും ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫ്രീ ആയിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഓൺലൈനിൽ സൂം സെറ്റ് ചെയ്യേണ്ടത്, ക്ലാസ് എടുക്കേണ്ടത്, വീഡിയോ ചെയ്യേണ്ടത്, കംപ്ലീറ്റ് കാര്യങ്ങൾ തരുന്നുണ്ട്. വീട്ടിലിരുന്ന് ഗൾഫിലെ കുട്ടികൾക്ക് നിങ്ങൾക്ക് ട്യൂഷൻ കൊടുക്കാന്നേ, അത് ചെയ്യാൻ പറ്റും. ഇനി ഇതൊന്നും അല്ല, നിങ്ങൾക്ക് വേറെ കുറേ സ്കില്ലുകളുണ്ട്. നിങ്ങൾക്ക് ട്രെയിനിങ് എടുക്കാൻ പറ്റും, ബിസിനസ് ചെയ്യാൻ പറ്റും. ഓൺലൈൻ ബിസിനസ് ആയിട്ടും നിങ്ങൾക്ക് ചെയ്യാം. അതിനുമുള്ള ബിസിനസിന്റെ ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ ആളുകൾ ജോയിൻ ആയിട്ടുണ്ട്. അതിലേക്കും നമ്മൾ എല്ലാം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം നമുക്ക് മറ്റ് കോഴ്സുകളിൽ തന്നെ ഒരുപാട് ആളുകളുടെ ഡെമോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു തിരക്ക് കാരണം ആണ് കുറച്ച് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാ കോഴ്സും എൻഡ് ഓഫ് ഒക്ടോബർ അല്ലെങ്കിൽ ഒരു നവംബർ ഫസ്റ്റ് വീക്കായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ കുറേ ടീച്ചേഴ്സ് ചോദിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ, ഇംഗ്ലീഷ് ലാംഗ്വേജ്, AI ടൂൾസ് ഇതെല്ലാം വരുന്നുണ്ട്. ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങൾ പറ്റുന്നവരാണെങ്കിൽ ട്രെയിനിങ് ക്ലാസ് എടുക്കാം. അതില്ലെങ്കിൽ നമ്മളെപ്പോലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് പറയുന്ന കാര്യം കേട്ടിട്ട് സാറ്റർഡേ ഫ്രീ ആയിട്ട് കയറിക്കോ മീറ്റിങ്ങിൽ. എന്നിട്ട് അവിടെ നമ്മൾ പറയുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് ചെയ്യും. ഇനി ഒരു കാര്യം, വിസയുടെ പ്രശ്നം ഉണ്ടാവും നിങ്ങൾക്ക് അല്ലേ? സൗദിയിലേക്കാണെങ്കിൽ ഫാമിലി വിസ അല്ലെങ്കിൽ വർക്ക് വിസ എടുത്ത് വരിക. അപ്പോൾ മെയിൽ ടീച്ചേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി വിസ ഉണ്ടാവില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ വർക്ക് വിസ എടുത്ത് പോവാം. നമ്മുടെ ഷാൻഷാ സാറിൻ്റെയൊക്കെ റിവ്യൂ വീഡിയോ ഒക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ ചെയ്യാം. ഇപ്പം നമ്മുടെ ആദിൽ സാർ എത്തിയിട്ടുണ്ട് കേട്ടോ. ആദിൽ സാറിനെ കുറേ പേർക്ക് അറിയുന്നുണ്ടാവും. ഇവരുടെയൊക്കെ ഫീഡ്ബാക്ക് വീഡിയോ നമ്മൾ കൊണ്ടുവരാം. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മൾ വിഷമിച്ചിരുന്നാൽ നമ്മൾ അവിടെ ഇരിക്കും. അതല്ല, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് ആലോചിക്കുക, ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റും. എല്ലാ ടീച്ചേഴ്സും സക്സസ് ആയിട്ട് അവരുടെ ഡ്രീം ജോബ്, ബിസിനസ്, ട്യൂഷനിലൊക്കെ എത്തി അല്ലെ? നമ്മൾ ഇതുപോലെ അടുക്കളയിൽ ഇരുന്നാൽ മതിയോ? അല്ല, നിങ്ങൾ ഓൺലൈനിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മളുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതിനി ടെൻഷൻ അടിച്ചിരിക്കുന്നവരോട് പറയാൻ, ടെൻഷൻ അടിച്ചിരിക്കാതെ നമ്മൾ ചെയ്യേണ്ടത് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.